നിങ്ങളുടെ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത് ഒരു ചില്ലിക്കാശ് സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിന് വിഴിഞ്ഞം പദ്ധതിക്ക് തന്നില്ല. അപ്പൊ ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പ്രോജക്ട്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്ന പ്രോജക്ട്, നിങ്ങൾ അന്ന് ആരോപണം ഉന്നയിച്ച 6000 കോടി കേരളം മാത്രം ഇൻവെസ്റ്റ് ചെയ്തു. ശരിയാണ്. എങ്കിൽ എന്റെ ചോദ്യം, കേരളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ₹1 കേന്ദ്ര ഗവൺമെന്റ് തരാത്ത ഈ പദ്ധതിയുടെ ഉദ്ഘാടനം എന്തിനാണ് നരേന്ദ്രമോദിയെ കൊണ്ട് ചെയ്യിച്ചത്? ഒന്ന് പറഞ്ഞേ. ഞാനൊരു നിയമസഭാ സാമാജികനായി 10 വർഷം ഇരുന്ന ആളാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അതിന്റെ പ്രോട്ടോകോൾ ഒന്ന് കാണിക്കുക. കേന്ദ്രം തന്നെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന ഒരു പ്രോട്ടോകോൾ കാണിക്ക്. നരേന്ദ്രമോദിക്ക് ₹1 ഉത്തരവാദിത്വമില്ല. UPA ഗവൺമെന്റ് കൊടുത്ത അനുമതിയാണ്, നരേന്ദ്രമോദി കൊടുത്ത അനുമതിയല്ല. രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റിന്റെ ₹10 ഇല്ല. പിന്നെ എന്തിനാണ് ഈ നരേന്ദ്രമോദിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇത് ഉദ്ഘാടനം ചെയ്യിച്ചത്? ഒന്ന് നിങ്ങൾ പറഞ്ഞേ, എന്താ അതിന്റെ കാരണം എന്നൊന്ന് പറയൂ. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സഖാക്കൾക്ക് വലിയ ഇഷ്ടമുള്ള ആളാണല്ലോ ബംഗാളിലെ മമതാ ബാനർജി ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണ് ബംഗാൾ വരെ പോണത്? ഇതാ തൊട്ടടുത്തുണ്ട് മറ്റൊരു ധൈര്യമുള്ള, തന്റെ ഇടമുള്ള, ഒരു മതേതര കാഴ്ചപ്പാടുള്ള മറ്റൊരു മന്ത്രി, തമിഴ്നാട്ടിന്റെ മന്ത്രി സ്റ്റാലിനുണ്ട്. തൂത്തുക്കുടിയിലെ സീപോർട്ട് ആ സീപോർട്ടിൽ ഇതുപോലെ ഒരു പദ്ധതി നടക്കുന്നു. തമിഴ്നാട് ഗവൺമെന്റ് കോടികൾ മുടക്കുന്നു. അതിന്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുമോ?